ചരിത്ര സമ്മേളനവും കുടിയൊഴിപ്പിക്കലും. ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ആദ്യമായി കേരളത്തിൽ നടക്കാൻ പോകുന്നു. ചരിത്ര വിഭാഗം തലവനായ പ്രൊഫസർ MGS നാരായണന്റെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ. അദ്ദേഹത്തിന്റെ സംരംഭത്തിന് യൂണിവേഴ്സിറ്റി ഭരണവിഭാഗത്തിന്റെ പൂർണ്ണ പിന്തുണ. കോൺഗ്രസിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് കോൺഗ്രസ് നടക്കുന്ന അവസരത്തിൽ താമസത്തിനായി വിദ്യാർത്ഥികൾ ഹോസ്റ്റലുകൾ ഒഴിഞ്ഞുകൊടുക്കണം. ഇത്തരം സമ്മേളനങ്ങൾക്കായി ഹോസ്റ്റലുകൾ ഒഴിഞ്ഞുകൊടുക്കുകയെന്നത് സാധാരണ പതിവാണ്. ചുരുങ്ങിയ ചെലവിൽ സമ്മേളനം നടത്താൻ സംഘാടകർക്കാകും. അതിഥികൾക്ക് ദൂരെ ഹോട്ടലുകളിൽ താമസിക്കുന്നതിനേക്കാൾ സൗകര്യമാകും യൂണിവേഴ്സിറ്റിയിൽ താമസിക്കുക. ഹോസ്റ്റലുകൾ ഒഴിഞ്ഞുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് യൂണിവേഴ്സിറ്റി അധികൃതർ ഒരു നോട്ടീസ് ഇറക്കി. ഹോസ്റ്റലുകൾ ഒഴിഞ്ഞുകൊടുക്കുന്നതിനെതിരെ ബോയ്സ് ഹോസ്റ്റൽ നിവാസികൾ ഒന്നാകെ ഇളകി. ഹോസ്റ്റൽ അന്തേവാസികളുടെ ജനറൽ ബോഡി രാത്രി റീഡിംഗ് റൂമിൽ. കാലത്ത് ഹോസ്റ്റൽ കാര്യങ്ങൾ തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ ഭൂരിപക്ഷാഭിപ്രായ പ്രകാരമാണ് നടന്നിരുന്നത്. വിദ്യാർത്ഥി നേതാക്കളുമായി ആലോചിക്കാതെ അധികൃതർ ഏകപക്ഷീയമായി തീരുമാനമെടുത്തതിൽ ധാർമ്മിക രോഷമുണ്ടായിരുന്നു പലർക്കും. തീപ്പൊരി പ്രസംഗങ്ങൾ, ജീവൻ കൊടുത്തും ഒഴിപ്പിക്കലിനെ ചെറുക്കണമെന്നുവരെ ആഹ്വാനമുണ്ടായി. എന്റെ ഊഴം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഹോസ്റ്റൽ വിട്ടുകൊടുക്കണം. ഏതാനും ദിവസത്തെ അസൗകര്യം നമുക്കുണ്ടാകുമെന്നത് ശരിയാണ്. കേരളത്തിൽ ആദ്യമായി ചരിത്ര കോൺഗ്രസ് നടക്കുന്നത് നമുക്കെല്ലാം അഭിമാനകരമായ കാര്യമാണ്. അതിലുപരി ചരിത്ര വിഭാഗത്തിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇതുകൊണ്ട് പല അക്കാഡമിക് പ്രയോജനങ്ങളും ഉണ്ടാകും. കോൺഗ്രസിന്റെ നടത്തിപ്പ് സുഗമമാക്കുക നമ്മുടെ കടമയാണ്. ഉടൻ മറുപടി വന്നു, മാഷ് MGSന്റെ വക്കാലത്ത് പിടിക്കണ്ട. MGSനും ചിങ്കടികൾക്കും വടക്കേ ഇന്ത്യക്കാരെ പ്രീണിപ്പിക്കാൻ നമ്മൾ എന്തിന് നിന്നുകൊടുക്കണം? സത്യത്തിൽ MGS ഒരിക്കൽ പോലും ഇക്കാര്യം എന്നോട് സംസാരിച്ചിട്ടില്ല. ഞാനപ്പോൾ പ്രായോഗിക വശം ചൂണ്ടിക്കാട്ടി. നമ്മൾ ഒഴിഞ്ഞില്ലെങ്കിലും അവരൊഴിപ്പിക്കും. അടിയന്തരാവസ്ഥയാണ്. കുടിയൊഴിപ്പിക്കൽ ഞങ്ങളുടെ ശവശരീരത്തിന് മുകളിൽ കൂടി മാത്രമേ നടക്കൂ. ഒരു വിപ്ലവകാരി സുഹൃത്ത് അലറി. ഇത്രയുമായപ്പോൾ കുട്ടികൾ ആർത്തു വിളിച്ചു, ഹോസ്റ്റൽ ഒഴിയില്ല, ഒഴിയില്ല, ഹോസ്റ്റൽ ഒഴിയില്ല. അതായിരുന്നു പൊതുവികാരം. ആൾക്കൂട്ടത്തിന് ഭ്രാന്ത് പിടിച്ചാൽ ചികിത്സയില്ലല്ലോ, തല്ലല്ലാതെ. അപ്പോൾ ഞാൻ വോട്ട് ആവശ്യപ്പെട്ടു. ഹോസ്റ്റൽ വിട്ടുകൊടുക്കില്ല എന്ന പ്രമേയത്തിന് എതിർപ്പുള്ളവർ കൈപൊക്കാൻ ആവശ്യപ്പെട്ടു. എന്റെ കൈ മാത്രം പൊങ്ങി. പിന്നെ ഒരു കൂക്കുവിളിയും പരിഹാസച്ചിരികളും. ചരിത്ര വിഭാഗത്തിലെ കുട്ടികൾ പോലും ഹോസ്റ്റൽ വിട്ടുകൊടുക്കുന്നതിന് അനുകൂലമായി വോട്ട് ചെയ്തില്ല. ഹോസ്റ്റലിൽ വിപ്ലവകാരികളോടൊത്ത്, ഡിപ്പാർട്ട്മെന്റിൽ MGSനോടൊത്ത്. ഇതായിരുന്നു അവരുടെ നയം. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളെല്ലാം കൂടി എന്നെ എടുത്തു പൊക്കി അവരുടെ വിജയം ആഘോഷിച്ചു. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ രാമേന്ദ്രൻ മൊകേരി എന്റെ അടുക്കൽ വന്നു പറഞ്ഞു, മാഷേ, മനുഷ്യനായാൽ അല്പമെങ്കിലും വിപ്ലവബോധം വേണം. മദ്യത്തിന്റെ രൂക്ഷഗന്ധം. മദ്യം മറുപടി അർഹിക്കുന്നില്ല. അടുത്തയാഴ്ച വൈസ് ചാൻസലർ സുകുമാർ അഴീക്കോട് ഹോസ്റ്റൽ ഓഫീസിൽ വിദ്യാർത്ഥികളെ വിളിപ്പിച്ചു. ക്യാമ്പസ് സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റായ രഘുരാമറാവു, ഹോസ്റ്റൽ യൂണിയൻ സെക്രട്ടറി, മറ്റു 2-3 പേർ. ഹിസ്റ്ററി കോൺഗ്രസ് നടക്കാൻ പോവുകയാണ്. ഹോസ്റ്റൽ ഒഴിഞ്ഞുകൊടുക്കണം, സുകുമാർ അഴീക്കോട് പറഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികളിൽ ഒരാൾ ഹോസ്റ്റൽ ഒഴിയാനുള്ള അസൗകര്യങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങി. നിർത്തോ, സുകുമാർ അഴീക്കോട് ഗർജിച്ചു. ക്ഷുദ്രകീടങ്ങളെ
എന്താ നിങ്ങളുടെ വിചാരം? ഹോസ്റ്റൽ നിന്റെയൊക്കെ തറവാട്ട് സ്വത്തവും. ഒഴിയണമെന്നല്ല പറയുന്നത്, നിന്നെയൊക്കെ ചവിട്ടിപ്പുറത്താക്കും. പൊയ്ക്കോ പുറത്ത്. ഒരക്ഷരം ഉരിയാടാതെ ഓരോരുത്തരായി പുറത്തു വന്നു. ഈ സമയമൊക്കെ നിശബ്ദനായി MGS അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഒരൊറ്റ വിദ്യാർത്ഥി പോലും പ്രതിഷേധിച്ച് മുറിയൊഴിയാൻ വിസമ്മതിച്ചില്ല. മറ്റെന്താ സംഭവിക്കാൻ? സുകുമാർ അഴീക്കോടിനെ പേടിച്ച് ജീവനക്കാർ മൂത്രമൊഴിക്കാൻ പേടിച്ച കാലം. മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ മൂവ്മെന്റ് രജിസ്റ്ററിൽ എഴുതി ഒപ്പിടണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സ്വേച്ഛാധിപത്യത്തിന്റെ സുവർണകാലം സുകുമാർ അഴീക്കോടിന്റെയും